കാണാൻ പറ്റില്ല, ആരും കടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളിന്ന് ചിരിച്ചു. അപ്പോൾ വീണ്ടും വന്ന് ഈ പ്രൊഡക്ഷൻ കൺട്രോളോട് പറഞ്ഞയച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞയച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ ഇന്ന് ചിരിക്കുക. അപ്പോൾ ചോദിച്ചു, ആൾ ഏത് കാറിലാണ് വന്നോക്കണത്, വല്ല ബെൻസാണോ BMW ആണോ എന്താണ് അവർ വന്നേക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതൊരു ഊബർ വിളിച്ച് വന്നോക്കണം എന്ന് പറഞ്ഞു. അതുമല്ല, ലാലേൻ്റെ കൂടെ വല്ല ഫോട്ടോ എടുക്കാൻ വന്നവരോ വേറെ ആരെങ്കിലുമൊക്കെ ആവും, അവർ കുറച്ച് നേരം കാത്തുനിന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരം പിന്നെയും കഴിഞ്ഞിട്ട് വാച്ച്മാൻ വന്നു, അയാൾ പോയിട്ടില്ല കേട്ടോ, അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആരാന്നത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടാം, അത്ര നേരം വെയിറ്റ് ചെയ്യിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നേരിട്ട് ചെന്നപ്പോൾ ഇതിൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, ഒരു പന്ന കാറ്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്രണവായിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ പറയും, അയ്യോ എന്താ അപ്പോൾ നീ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് ഉള്ളിൽ വരാടുന്നില്ലേ? അപ്പോൾ ഒരു ചെറിയ വാ എന്ന് പറഞ്ഞു. അങ്ങനെ വാച്ച്മാനോട് ഇതാരെന്നറിയാം, നമ്മുടെ ലാലേൻ്റെ മകനാണത്. അങ്ങനെ വേഗം ഉള്ളിയെ കൊണ്ടുപോയി. അച്ഛനും മകനൊന്നും അധികം സംസാരിക്കില്ല. അങ്ങനെ ആ സെറ്റ് വന്നു, ലഞ്ച് ബ്രേക്കായി. അങ്ങനെ മോഹൻലാൽ കാരവനിൽ പോയി ഭക്ഷണം കഴിക്കാൻ കയറി. ഈ അച്ഛനായിട്ട് ആകെ ഒരു 3 മിനിറ്റ് വരെ സംസാരിച്ചുള്ളൂ ലാലേണ്ണായിട്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ലാലേൻ്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കാരവനിൽ പോയിരുന്ന് കഴിക്കാം. മൂപ്പര് കഴിച്ചില്ല. മൂപ്പര് ഒരു പ്ലേറ്റും കൈ പിടിച്ച് എല്ലാ ആൾക്കാരും വരി നിന്ന് ഭക്ഷണം മേടിക്കുന്നുണ്ട്, അവിടെ പോയി നിന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ എല്ലാ ചാർജുള്ള ആൾ വന്ന് പറഞ്ഞു, അനീഷ് വന്ന് പറഞ്ഞു, അതേ അപ്പോൾ അങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം പറഞ്ഞു. അത് വേണ്ട, നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ. അപ്പോൾ ഇവനെ അറിയാം, അനീഷിനറിയാൻ വരില്ല എന്നുള്ളത്. അവിടെ നിന്ന് ആ ഭക്ഷണം വാങ്ങിച്ച് ഏതോ ഒരു മൂലയ്ക്ക് പോയി ഇരുന്ന് ആ ഭക്ഷണം കഴിച്ചു. ഞാൻ കഴിച്ചിട്ട് പറഞ്ഞു ഞാൻ പോകാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് വീണ്ടും ആ യൂബറിൽ കയറിയിട്ട് എങ്ങോട്ടോന്നില്ലാത്ത രീതിയിൽ ആൾ പോയി. അപ്പോൾ ഇദ്ദേഹം പോയോ, മകൻ പോയോ ഇല്ലേ, എവിടെയാ ഒന്നും ലാലേട്ടൻ അന്വേഷിക്കുന്നില്ല. മകനങ്ങോട്ട് വിട്ടിരിക്കുക ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. അതാണ് അച്ഛനും മകൻ. അന്ന് എനിക്ക് നീ നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ, എന്നിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യൂ, അല്ലേ? ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് അത് തന്നെയാണ് പറയുന്നത്. നീ ഫിനിഷ് യുവർ ഡിഗ്രി, അത് കഴിഞ്ഞ് നിനക്ക് എന്താണ് ഇഷ്ടം നീ അത് ചെയ്യൂ, നിന്റെ മാർഗം നീ തിരഞ്ഞെടുക്കും. പല കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹത്തിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഒരുപാട് പേര് വന്ന് അദ്ദേഹത്തെ മറ്റേ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലെ ഈ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഐ വാണ്ട് ടു ബി എ ടീച്ചർ. ഏറ്റവും നല്ല കാര്യമാണ്, അതാണ് അയാൾക്ക് ഇഷ്ടം, അങ്ങനെ അയാളത് ചെയ്യട്ടെ, അല്ലേ? അപ്പം ഞാൻ പറയണല്ല നിനക്ക് ആക്ടർ ആവണം, ഞാൻ സ്വപ്നം മാത്രം കണ്ടാൽ മതിയോ? എൻ്റെ ഇഷ്ടമല്ലല്ലോ, അവരുടെ ഇഷ്ടത്തിനെയാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക അല്ല, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടു.